വല്ല ഒത്തു കിട്ടിയോ? വളരെ മോശം. വെള്ളം കൊണ്ട് കുടിക്കാനില്ലെന്ന് പറയാറില്ലേ? എവിടെ നോക്കിയാലും ചവറ് പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് പ്രയോജനമില്ല. എന്തോ തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. തടഞ്ഞൂന്ന് പറയാറായിട്ടില്ല. ഒരു മത്സ്യം എങ്ങനെ മുന്നിൽ കിടന്ന് പിടയ്ക്കണം. ഏതാ കക്ഷി? ഒരു സ്വർണ്ണ മത്സ്യം. വെറുതെ എവിടാന്ന് വെച്ചതാ. പക്ഷേ ഗതികെട്ടാ പുലി പുല്ലിൻ തിന്നൂന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒന്നാം പുറന്നിറക്കി നോക്കാം. പിന്നെ ഈ 31 വയസ്സിന്റെ കണക്ക് ഇച്ചിരി ഓവർ ആവുന്നുണ്ട് കേട്ടോ. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അത് പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. പൂവല്ലേ? ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ചെല്ലേ, പോയി കാറിലേക്ക്. ഞാനങ്ങ് വന്നേക്കാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഇവിടെ? അതൊരു രസികൻ ചോദ്യമാണ്. പാട്ട് പാടുന്നവനോട് പാട് കാണാമെന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. സോറി സർ. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. മേരി എന്താ ഇവിടെ? ഞാനിവിടെ വെറുതെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനും അതെ, ഓരോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നടന്നു. ഏകാന്തമായ സ്ഥലങ്ങളിലിരുന്ന് വെറുതെ സ്വപ്നം കാണുന്ന ഒരു സുഖമാണല്ലോ. വിരോധമില്ലെങ്കിൽ ഏകാന്തത അവസാനിപ്പിച്ച് കുറച്ചേരം നമുക്ക് ഒരുമിച്ച് നടക്കാം. വിരോധമൊന്നുമില്ല. മേരി എന്താണ് ആലോചിക്കുന്നത്? സാറെന്താണ് ആലോചിക്കുന്നത്? ഓർക്കാൻ സുഖമുള്ള ഒരുപാട് കാര്യങ്ങൾ. നിറഞ്ഞ പച്ചപ്പിലൂടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ നടക്കുക. കായകനികൾ ഭക്ഷിച്ച് അരുവികളിലെ തെളിനീർ കുടിച്ച് വള്ളിക്കുടികളിൽ അന്തി ഉറങ്ങി കാടും മലകളും പുഴയും കുന്നുമൊക്കെ പിന്നിട്ട് അങ്ങനെ നടന്നു പോവുക. ഇടയ്ക്ക് വെറുതെ മോഹിച്ചുപോയി ആ പെൺകുട്ടി മേരി ആയിരുന്നെങ്കിലെന്ന്. ഞാനും ആലോചിച്ചത് സാറിനെ കുറിച്ചാണ്. എന്നെ കുറിച്ചോ? അതെ, പിന്നെ എന്നെ കുറിച്ചും. നമ്മളെല്ലാം എന്തെല്ലാം പൊയ്മുഖങ്ങളാണ് അണിയുന്നത്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഒക്കെ നമ്മൾ നമ്മളെ വഞ്ചിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാറിനെ പോലെ എനിക്കുണ്ട് സ്വപ്നങ്ങൾ. ഇഷ്ടപ്പെട്ട ഒരാളുടെ നെഞ്ചിനോട് ചേർന്ന് നടക്കുക, കാലം മുഴുവൻ അയാളോടൊത്ത് കഴിയുക. അത് നടക്കുമോ? നടക്കും. മേരി വിചാരിച്ചാ മതി. ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, എന്റെ ഫ്രെഡിയോട് വിചാരിക്കണം. ഫ്രെഡിയോ? അതാര്? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ അങ്ങനെയാണല്ലേ? സാരമില്ല, ഞാൻ കണ്ടതെല്ലാം വെറും ദുസ്വപ്നങ്ങളാണ്. ഇല്ല, അതും സഫലമാവും. സീതാലക്ഷ്മി എന്നൊരു പാവം സ്ത്രീയില്ലേ, അവരെ ഞാൻ അനുവദിച്ചാൽ മതി. സാറിന് എന്താണ് ഒരു ഇഞ്ചി തിന്ന ഭാവം? സാറ് ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. മൂപ്പർക്ക് മിടുക്ക് പോരല്ലേ? എന്താ? അല്ലേ, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, വാഹനമുണ്ട്, മാന്യതയുണ്ട്. അന്യനാട്ടില് സുന്ദര ഒരു വീടുണ്ട്. ആ വീട്ടില് ആവശ്യമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നാണുനായരുണ്ട്. പിന്നെ എന്തിനും മിടുക്കുള്ള ഒരു ഡ്രൈവർ ഉണ്ട്. എന്നിട്ടും ആ ടീച്ചറില്ലാതെ മറ്റൊരെണ്ണം ഇവിടെ കയറി വരുന്നില്ലല്ലോ ഗോപാലകൃഷ്ണൻ. കേറിയിട്ട് തനിക്ക് എന്താ ഗുണം? എനിക്കൊരു ഗുണമുണ്ടായിട്ടല്ല, എങ്കിലും നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി. ഈ സ്പർശന സുഖം. സാറിന് ഈ കാര്യങ്ങളില് 100-ൽ 100 മാർക്കാ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഞങ്ങൾക്ക് കുറ്റക്കുറവുണ്ട്. അല്ല, ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. ഇവിടെ എന്തായിരിക്കും സ്ഥിതി? കൃഷ്ണകൃഷ്ണ, ഗോപാലകൃഷ്ണ. അല്ല, ഗുരുവായൂരപ്പനെ വിളിച്ചതാ. അത് ശരി. കണ്ണാടി ഊരി വെക്കണോ ഗോപാലകൃഷ്ണ? താനിൽ തുറച്ചോണ്ട് വന്നേ. അങ്കിളുണ്ടോ അവിടെ? സാറ് കിടക്കുകയാണ്, നല്ല തലവേദന. വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടത്തെ പോലെ ഇവിടെയും സുഖം. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ആണോ?
ഒരു ചെറിയ പല്ലുവേദന, ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു. ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തിനാ? ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ. അതെ, സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ മതി, ഞാനിപ്പോ തരാം. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. മോനെ ഗോപാലേഷ, കൊടുക്കുമ്പോ നമ്മൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കായിരുന്നു. പോക്കറ്റാൻ പറഞ്ഞാലുണ്ടല്ലോ, അവൾ ആരാണോ വിചാരിച്ചേ? എനിക്കറിയില്ല. എന്നാ മനസ്സിലാക്കിക്കോ, എന്റെ സ്വന്തം ആളാ. ആ, അവിടെ വരട്ടെ. ബൈ ഡാഡി. ബൈ മമ്മി. ബൈ. ബൈ. ബായ് മോളെ. എടാ ജയുടെ അച്ഛനമ്മയിലടാ പോന്നെ. അവരാദ്യമായിട്ട് കാണുക അല്ലല്ലോ? ചിലപ്പോ അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? വീട്ടിൽ വേറെ പലരും കാണും. പലതെന്ന് വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല, പിന്നെ ആരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ, നമുക്ക് അവിടെ വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവളെനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? റോസിന്റെ. അയൽവക്കാരെ എന്താ മോശമാ, ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് ബി ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി 2 ഹോൺ അടിച്ചേക്കണം. അതൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഒന്ന് സഹകരിക്കടാ. നിനക്ക് എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചരാം. തരാന്ന് പറയുന്നല്ല, തരുന്നത് കാണുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. ഹോൺ വർക്ക് ചെയ്യണ്ടോന്ന് നോക്കിയതാ. പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഹായ്. Hi uncle, what a surprise. Please come in. എന്താടാ? എന്റെ കൈയറിയാതെ കൊണ്ടതാ, നോക്കി നിന്നപ്പോഴ്. ഓ, ഇവനെപ്പോലൊരു മരക്കഴുത. വേണ്ട വേണ്ട, അങ്കിൾ ഒന്നും പറയണ്ട. നെക്ലസ് തരാമെന്ന് പറഞ്ഞ് അങ്കിൾ എന്നെ പറ്റിക്കല്ലേ? അയ്യോ, സത്യമായിട്ടും അല്ല, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുക. നല്ല മരതേക്കല് കിട്ടാനില്ല, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ നോണ പറയാ, തരാന്ന് പറഞ്ഞ് മോഹിപ്പിക്കുകയുള്ളൂ. അല്ല, ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഇപ്പൊ എന്ത് വേണം? അങ്കിളിന് ഇഷ്ടമുള്ളത്. ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. ഉം. കൈ വിടൂ അങ്കിൾ, വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കുന്നേ. പ്ലീസ് വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കേ. ഇനിയും ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. പകരം നീ എനിക്കെന്ത് തരും? അങ്കിളിന്റെ കവിളത്ത്. കവളത്ത്? കവളത്ത്? പറയൂ. കവളത്ത്? ഒറ്റ അടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ. അയ്യോ അങ്കിൾ ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. പോവാം.
വല്ലതും സംഭവിച്ചോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇല്ല. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? രേവതി കൊണ്ടുപോയപ്പോഴും ഓടിക്കുന്നില്ലേ? ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാൻറ്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. യുവർ ഗുഡ് നെയിം പ്ലീസ്. പേരെന്താ? ജലജ. എന്ന് വെച്ചാ താമര, ലോട്ടസ്. നല്ല പേര്. ഒറ്റയ്ക്കാണോ? പറ, തനിച്ചുള്ളോ? തനിച്ചുള്ളൂ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ഓ, അങ്കിളിന്റെ പുള്ളിയാണല്ലേ. നീ കുറെ നാളായി കൈവിടും ആരെങ്കിലും കാണും. മോശമല്ലേ? വളരെ മോശം. സൂപ്പാക്കണ. പിന്നെ ദേഹത്തോട്ട് കളിക്കരുത്, ദേഹത്തോട്ട് കളിക്കരുത്. അവിടെ ഒറ്റയ്ക്കാണെന്ന് ചോദിക്കാനും പറയാൻ ആളുണ്ടാ. കിളവ തന്റെ ഈ കളി ഞാൻ പിന്നെ ഇന്ന് നിന്റെ ഞാനാണ് കാമദേവൻ. എന്താ ബഹളം? മാന്യന്മാർക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല. ഇവനൊക്കെ പോലീസിലേപ്പിക്കണം. ആഴ്ചതോറും പെമ്പിള്ളേരെ മാറി മാറി കൊണ്ടുവന്ന് സദാചാരം നശിപ്പിക്കുന്ന തന്നെ ഞാൻ പോലീസിലേപ്പിക്കും. അവിടെ പഞ്ചാരക്കുട്ട ഇടിച്ചതിന്റെ എല്ലിയ ഓടിക്കും. കിഴവ പറയുന്ന കാശ് ഞാൻ തരുന്നില്ലേ? പിന്നെ നീ വേറെ ആളിനെ കാണുമ്പോ ഇടിച്ചു കാണിക്കുന്ന എന്തിനാ? ഹോട്ടലായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാ. അല്ലെങ്കിൽ അവനെ കൊന്ന് കൊക്കയിലെറിഞ്ഞിട്ട് ഈ തോമസ് ചാക്കോ അടങ്ങൂ. അയ്യോ, അയാളുടെ ആൾക്കാരാരെങ്കിലും ആയിരിക്കും. എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് വെറുതെ ഇരിയടി. ഞാനേ ഇത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, അറിയോ? സോറി അങ്കിൾ. അങ്കിളിന്റെ പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു തമാശ കാണിച്ചതല്ലേ. സംഗതി ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഞാൻ മറന്നിരിക്കുന്നു. അതൊരു വെറും വാക്കാണ്. അങ്കിളിന് ഇപ്പോഴും എന്നോട് എന്തോ വിരോധമുണ്ട്. അത് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഡ്രൈവർ ഉണ്ടാവും താഴെ. വരട്ടെ. അത് ശരി, എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ? ആ, വേണ്ടി വന്നാൽ എനിക്ക് അതിനും മടിയില്ല. അങ്കിളിന്റെ പേര് എനിക്കറിയാം. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു. എന്റെ പേര് വിഷ്ണു നാരായണൻ. വിഷ്ണു എന്ന് എല്ലാവരും വിളിക്കും. ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. സ്വന്തം നാട് പാലക്കാട്. അങ്കിളിന്റെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഓ, ഒന്നും അറിയാൻ പാടാത്ത പോലെ. അങ്കിൾ ആകാതിരിക്കുന്നത് തന്നെ. ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, അത് ശരിയാ. പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാന്ന് വെച്ചോ. ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കുട ഉടച്ചു എന്ന് പറയാറില്ലേ? അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല. പിന്നെ ചിലതൊക്കെ ഉണ്ട്. വല്ല കാലത്തും ചക്കയിട്ട് മുയല് ചാകുന്ന പോലെ ഒരെണ്ണം. പിന്നെ ഞാനതാരോടും തുറന്നു പറയാറില്ല. നമ്മൾ പട്ടിണിയാണെന്ന് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം? വിരുന്നിനെ പോയിട്ട് കട്ടൻ കാപ്പിയും കുടിച്ച് പോന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം 4 തരം കൂട്ടി സുഖമായിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലേ? എന്താ തിരിച്ചു വന്ന അഭിപ്രായ വ്യത്യാസമല്ലോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്നത് എനിക്കിഷ്ടം. അത് ശരി. മാസത്തിൽ 2-3 തവണ ഞാനിവിടെ വരും. 2 ദിവസം തങ്ങുകയും ചെയ്യും. ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാം. തീർച്ചയായിട്ടും സുഹൃത്തെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും.
അങ്കിളിനെ കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. എങ്ങനെ? രക്തം രക്തത്തെ തിരിച്ചറിയുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ആ. ഓരോ ഡ്രിങ്ക് ആകാം. താങ്ക് യു. പക്ഷെ ഇന്ന് വേണ്ട. എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം. നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച്. ഓക്കേ? ഓക്കേ